ഹായ്, വെൽക്കം ടു ബാക്കം. നമ്മൾ SLCയുടെ ലെക്ചർ സീരീസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൽ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ ജൂൾസ് ലോ കണ്ടു, റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് പാരലൽ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെ സംഭവിക്കുമെന്ന് കണ്ടു, ഇലക്ട്രിക് ഹീറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഡിഫറെന്റ് ഇക്വേഷൻസ് കണ്ടു. അപ്പം നമ്മൾ സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പം രണ്ട് റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ രണ്ട് ഇൻസ്ട്രുമെന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മുടെ കയ്യിൽ ഒന്നാമത്തെ ഒരു ബൾബ്, രണ്ടാമത് മറ്റൊരു ബൾബ്. നമ്മൾ ബൾബിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ആണ് ഇതൊക്കെ. ദിസ് ഇസ് ഡിനോട്ടിങ് എ ബൾബ്. ഓക്കെ, അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അർത്ഥം അവിടെ ഒരു ബൾബ് ഉണ്ട് എന്നുള്ളതാണ് ഡിനോട്ട് ചെയ്യുന്നത്. രണ്ട് കണക്ഷൻ. ഇത് നമ്മളൊരു സെല്ലിലേക്ക് കൊടുക്കുന്നു, കാരണം ഇലക്ട്രിക് ഫ്ലോ ഉണ്ടാവുമല്ലോ. നമ്മൾ സെല്ലിലേക്ക് കൊടുക്കുന്നു. ഒരു അമീറ്റർ വെച്ചിട്ടുണ്ട്, എത്രത്തോളം കറണ്ട് ഫ്ലോ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ദെൻ ഇവിടെ നമ്മളൊരു വോൾട്ട് മീറ്റർ കൊടുത്താൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാനായിട്ട് പറ്റും. കറണ്ട് ഫ്ലോ ചെയ്യുന്ന, ലെറ്റ് അസ്യൂം ദാറ്റ് I is the amount of current flow. നമ്മൾ പറഞ്ഞു ഒരു സീരീസ് കണക്ഷനെ സംബന്ധിച്ചിടത്തോളം, ദിസ് ഇസ് പാരലൽ, ഒരു പാരലൽ കണക്ഷനെ സംബന്ധിച്ചിടത്തോളം V എന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. I എന്ന് പറയുന്നത് വേരി ചെയ്യും. ടോട്ടൽ എമൗണ്ട് ഓഫ് കറണ്ട് ഇത് I ആണെങ്കിൽ ഇത് I1 വരും, ഇത് I2 വരും. അപ്പൊ ടോട്ടൽ കറണ്ട് I എന്ന് പറയുന്നത് വരും I1 പ്ലസ് I2 എന്ന് വരും. I1 പ്ലസ് I2 എന്ന് വരും. നമുക്കറിയാം V ബൈ R ആണ് I എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ I1 എന്ന് പറയുന്നത് V ബൈ R1 എന്ന് കിട്ടും. ഇത് V1 എന്ന് വരാത്തതിന് കാരണം I1 എന്ന് ഈ ഫസ്റ്റ് ഇൻസ്ട്രുമെന്റിലെ സെക്കൻഡ് ഇൻസ്ട്രുമെന്റിലെയും പാരലൽ കണക്ഷനകത്ത് വോൾട്ടേജ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. പൈക്ക് പോലെ നമുക്ക് എന്ത് എഴുതാം? V ബൈ R ദറ്റ് ഈസ് ഈക്വൽ ടു V ബൈ R1 പ്ലസ് V ബൈ R2. നിങ്ങൾക്ക് വേണമെങ്കിൽ V1 ബൈ R1 പ്ലസ് V2 ബൈ R2 എന്ന് എഴുതാം. ബട്ട് V1 ഉം V2 ഈക്വൽ ആണ്. പിന്നെ വീട് അടുത്ത സ്റ്റെപ്പിൽ ചേഞ്ച് ചെയ്യേണ്ടി വരും. അത് നമുക്ക് ഒരു സ്റ്റെപ്പ് കൊണ്ട് അവോയ്ഡ് ചെയ്യാം. സോ V കോമൺ എടുത്താൽ വി വിൽ ഗെറ്റ് 1 ബൈ R1 പ്ലസ് 1 ബൈ R2 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വിയും ക്യാൻസൽ ചെയ്യാം. സോ 1 ബൈ R1 ഈസ് ഈക്വൽ ടു 1 ബൈ R ഈസ് ഈക്വൽ ടു 1 ബൈ R1 പ്ലസ് 1 ബൈ R2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു R എഫക്റ്റീവ്. രണ്ട് റെസിസ്റ്ററുകളെ സീരീസ് ആയി പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈക്വൽ ടു 1 ബൈ R1 പ്ലസ് 1 ബൈ R2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 ബൈ R എഫക്റ്റീവ് എന്ന് പറയുന്നത് R1 പ്ലസ് R2 ഡിവൈഡ് ബൈ R1 R2 എന്ന് കിട്ടും. അതായത് R എഫക്റ്റീവ് ഇൻ എ പാരലൽ കണക്ഷൻ ഈക്വൽ ടു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ക്ലിയർ? രണ്ടാമത് നമ്മൾ പറഞ്ഞത് സീരീസ് കണക്ഷനുമായി ബന്ധപ്പെട്ടാണ്. നമുക്കിപ്പോൾ രണ്ട് ബൾബ് ഉണ്ടെന്ന് വിചാരിക്കാം. ഒന്നാമത്തെ ബൾബ്, അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ബൾബ് കൊടുത്തു. നമ്മൾ ഇതിനെ ഒരു സെല്ലിലേക്ക് കണക്ട് ചെയ്തു. ഒരു സീരീസ് കണക്ഷനെ സംബന്ധിച്ചിടത്തോളം കറണ്ട് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. പക്ഷേ ഇവിടുത്തെ പൊട്ടൻഷ്യലും ഡിഫറൻസ് ആയിരിക്കും, കാരണം രണ്ട് ഡിഫറെന്റ് പോയിന്റുകളിലാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് ഇൻസ്ട്രുമെന്റിലെ പൊട്ടൻഷ്യൽ R1 എന്ന് പറയുന്ന റെസിസ്റ്ററിലെ പൊട്ടൻഷ്യൽ V1 ആണെന്ന് വിചാരിക്കാം. R2 എന്ന് പറയുന്ന റെസിസ്റ്ററിലെ പൊട്ടൻഷ്യൽ V2 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു V1 പ്ലസ് V2. V എന്ന് പറഞ്ഞാൽ R1 ആണെങ്കിൽ, IR ആണെങ്കിൽ V1 എന്ന് പറഞ്ഞ പോലെ നമുക്ക് എന്ത് എഴുതാം? IR1 പ്ലസ് IR2. കാരണം എന്താണ്? കറണ്ട് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് കറണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഓരോ വോൾട്ടേജ് എന്ന് പറയുന്നത്. V ഈക്വൽ ടു IR എന്ന് കൊടുത്താൽ ഇവിടെ നമ്മൾ I കോമൺ എടുത്താൽ നമുക്ക് R1 പ്ലസ് R2 എന്ന് കിട്ടും. സോ ഐയും ക്യാൻസൽ ചെയ്യുമ്പോൾ R എഫക്റ്റീവ് വിൽ ബി ഈക്വൽ ടു R1 പ്ലസ് R2 എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമുക്കൊരു സീരീസ് കണക്ഷനിലും പാരലൽ കണക്ഷനിലും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എന്തൊക്കെ ഓർത്തിരിക്കണം? ഒരു പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്, കറണ്ട് വേരി ചെയ്യും. എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1 ബൈ R എഫക്റ്റീവ് ഈക്വൽ ടു 1 ബൈ R1 പ്ലസ് 1 ബൈ R2. സീരീസ് കണക്ഷനിൽ വോൾട്ടേജ് വേരി ചെയ്യും, കറണ്ട് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. R എഫക്റ്റീവ് എന്ന് പറയുന്നത് R1 പ്ലസ് R2 എന്ന് വരും. ഇതിനൊന്ന് കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്യാനായിട്ട് നമ്മളിപ്പം എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ രണ്ട് റെസിസ്റ്റൻസ് ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, R1 എന്ന് പറയുന്നത് 1 ഓം, R2 എന്ന് പറയുന്നത് 2 ഓം. ഇവയെ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ R എഫക്റ്റീവ് എന്ത് വരും? ആ എഫക്റ്റീവ് എന്ന് പറയുന്നത് R1 പ്ലസ് R2. എന്ത് കിട്ടി? 1 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഓം. അതായത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിനേക്കാൾ കൂടുതലായിരിക്കും. എന്താ നമുക്ക് എഴുതാം? എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് ആയിരിക്കും. കാരണം ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് എത്രയേ ഉള്ളൂ? 1 ഉം 2. ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിനേക്കാൾ കൂടുതലായിരിക്കും.
എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിനേക്കാൾ കൂടുതലായിരിക്കും. ക്ലിയർ? ഇതിപ്പോ ഒരു പാരലൽ കണക്ഷനിലാണെങ്കിൽ 1/R എഫക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? 1/R1 പ്ലസ് 1/R2. ഇതെന്ത് വരും? 1/1 പ്ലസ് 1/2. കാരണം ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് 1 and 2 ആണ്. ക്രോസ് ചെയ്ത് എന്ത് വരും? 2 plus 1 divided by 2, that is equal to 3/2. Correct? 3/2. So R effective will be equal to reciprocal എടുക്കുമ്പോൾ 2/3, that is equal to 0.66. ഇപ്പൊ നോക്കിയേ, എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിനേക്കാൾ കുറവാണ്. അപ്പൊ എന്ത് പറയാം? എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ എ പാരലൽ കണക്ഷൻ വിൽ ബി ലോവർ ദാൻ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ്. ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിനേക്കാൾ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ടും പാരലലായിട്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന റെസിസ്റ്റൻസിനകത്തുണ്ടാവുന്ന വ്യത്യാസം എന്ന് മനസ്സിലാക്കി. അപ്പം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുന്നു. വോൾട്ടേജ് എന്ന് പറയുന്നത് ഓരോ റെസിസ്റ്ററിലും ഡിഫറെന്റ് ആണ്. ബട്ട് കറണ്ട് എന്ന് പറയുന്നത് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. ഇനി പാരലൽ കണക്ഷനും സീരീസ് കണക്ഷൻ്റെ അകത്തും നമ്മളിപ്പോൾ പാരലൽ കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പാരലൽ കണക്ഷൻ എടുത്ത് ഗുണമെന്ന് പറയുന്നത് സെപ്പറേറ്റ് സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഓരോന്നിനെയും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ബട്ട് സീരീസ് കണക്ഷൻ അത് പറ്റില്ല. കാരണം ഒരു ഇൻസ്ട്രുമെന്റിൽ നിന്നാണ് അടുത്ത ഇൻസ്ട്രുമെന്റിലേക്ക് കറണ്ട് പോകുന്നത്. ഇവിടെ നമ്മൾ സ്വിച്ച് വെച്ചിട്ട് ഇവിടെ കറണ്ട് ഓഫ് ചെയ്താൽ ഈ രണ്ടാമത്തെ ഇൻസ്ട്രുമെന്റിലേക്ക് എന്ത് സംഭവിക്കില്ല? കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. പക്ഷേ പാരലൽ കണക്ഷനിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. പാരലൽ കണക്ഷനിൽ നമ്മൾ ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തു എന്ന് വിചാരിക്കാം. ഇവിടെ സ്വിച്ച് കൊടുത്താൽ എന്ത് സംഭവിക്കും? ഇങ്ങോട്ടേക്കുള്ള കറണ്ടേ ഫ്ലോ ആവുള്ളൂ, ഇതിലെ കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ സ്വിച്ച് വെച്ചിട്ട് ഓരോ ഇൻസ്ട്രുമെന്റിലേക്കുള്ള കറണ്ടിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അത് എന്ത് കണക്ഷൻ ആയിരിക്കണം? അത് പാരലൽ കണക്ഷൻ ആയിരിക്കണം. അതൊരിക്കലും സീരീസ് കണക്ഷൻ ആവാനായിട്ട് പാടില്ല. ഇതുമായി ബന്ധപ്പെട്ട് പ്രോബ്ലം ചോദിക്കാം. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. വാട്ട് ഈസ് ദി കറന്റ്? What is the current if 4 ohms and 2 ohms resistors connected in series and 6 voltage potential difference is applied? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റെസിസ്റ്റൻസ് എത്രയാണ്? 4 ഓമും 2 ഓമും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തറിയാം? R effective will be equal to R1 plus R2. R1 എത്രയാണ്? 4, R2 എത്രയാണ്? 2. ദാറ്റ് ഈസ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് 6 ഓം എന്ന് കിട്ടി. വോൾട്ടേജ് എത്രയാണ് തന്നിട്ടുണ്ട്? വോൾട്ടേജ് എന്ന് പറയുന്നത് 6 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. ഓംസ് ലോ അനുസരിച്ചിട്ട് V ഈക്വൽ ടു IR ആണ്, പൈ ഈക്വൽ ടു V/R ആണ്. വോൾട്ടേജിന്റെ വാല്യൂ 6 വോൾട്ട് ഡിവൈഡഡ് ബൈ 6 ഓംസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആംപിയർ. അപ്പൊ കറണ്ടിന്റെ അളവെന്ന് പറയുന്നത് 1 ആംപിയർ എന്ന് കിട്ടും. കറണ്ട് എന്ന് പറയുന്നത് 1 ആംപിയർ എന്ന് കിട്ടും. സോ ഇങ്ങനെയാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ കറണ്ട് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ നമ്മളപ്പോൾ ഇതിനകത്ത് നോക്കിയത് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ടും പാരലലായിട്ടും കണക്ട് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് കറണ്ടിന്റെ വാല്യൂവിന് ഡിഫറൻസ് സംഭവിക്കുന്നത്. അതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഇൻസ്ട്രുമെന്റുകളെ പറ്റി പറയുന്നുണ്ട്. നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാവും. ഈ തിയററ്റിക്കൽ പ്രോബ്ലമാറ്റിക് പാർട്ട് നമുക്ക് ആദ്യമേ ഡിസ്കസ് ചെയ്ത് പോകാം. ഇലക്ട്രിക് പവർ നമ്മൾ പറഞ്ഞു, പവർ എന്ന് പറഞ്ഞാൽ പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്. അതായത് ഒരു യൂണിറ്റ് ടൈമിൽ ചെയ്യുന്ന വർക്കിന്റെ അളവിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് ടൈമിൽ ചെയ്യുന്ന വർക്കിന്റെ അളവിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. ഓർ വി ക്യാൻ അസ്യൂം ദാറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എനർജിയാണ്. യൂണിറ്റ് ടൈമിൽ കൺസ്യൂം ചെയ്യുന്ന എനർജിയുടെ അളവിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പവർ എന്ന് വിളിക്കാം. സോ പവർ ഈസ് നത്തിങ് ബട്ട് എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂംഡ് ബൈ എ ഡിവൈസ് ഇൻ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ ഒരു ഡിവൈസ് കൺസ്യൂം ചെയ്യുന്ന എനർജിയുടെ അളവിനെയാണ് ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. സോ നമുക്കറിയാം പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണെങ്കിൽ വർക്കിന്റെ ഒരു യൂണിറ്റ് ആണ് I² RT/T. ഇപ്പൊ ടിയും ടിയും ക്യാൻസൽ ആയാൽ പവർ ഈക്വൽ ടു I² R. വർക്കിന് മറ്റൊരു ഇക്വേഷൻ ഉണ്ട് IVT ഡിവൈഡ് ബൈ ടി ചെയ്യുമ്പോൾ ടിയും ടിയും ക്യാൻസൽ ആയപ്പോൾ യു വിൽ ഗെറ്റ് IV. മറ്റൊരു ഇക്വേഷൻ ഉണ്ട് V² ബൈ R ഇൻറ്റു T ഡിവൈഡഡ് ബൈ T. ഇപ്പൊ എന്ത് സംഭവിക്കും?
ടിയും ടിയും ക്യാൻസൽ ആയി, യു വിൽ ഗെറ്റ് വി സ്ക്വയർ ബൈ ആർ. സോ നമുക്ക് പവറിന് 3 ഇക്വേഷൻ കിട്ടും. പവർ ഈസ് ഈക്വൽ ടു, പവറിന് 3 ഇക്വേഷൻ കിട്ടും. പവർ ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ, പവർ ഈക്വൽ ടു ഐ വി, പവർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. പവർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ഇതെല്ലാം നമ്മൾ കണ്ടുപിടിച്ചത് എവിടെ നിന്നാണ്? ഇതെല്ലാം നമ്മൾ കണ്ടുപിടിച്ചത് ജൂൾസ് ലോയിൽ നിന്നാണ്. ഇതെല്ലാം നമ്മൾ കണ്ടുപിടിച്ചത്. ഫൈൻ. ഓക്കെ, നമുക്ക് ഇതിനകത്ത് മറ്റൊരു പ്രോബ്ലം കൂടി നോക്കാം. An appliance of power 500 watt is used in a branch circuit. ഒരു ബ്രാഞ്ച് സർക്യൂട്ടിൽ 500 watt പവർ ഉള്ള ഒരു അപ്ലയൻസ് ആണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. If the voltage is 230 volt, what is its amperage? Ampere is the unit of current, so you need to find out intensity of current. What is its amperage? നമുക്കറിയാം വോൾട്ടേജ് തന്നിട്ടുണ്ട് 230 വോൾട്ട് എന്ന്, പവർ തന്നിട്ടുണ്ട് 540 വോൾട്ട് 540 വാട്ട് എന്ന്. വാട്ട് പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ്. പവറിന്റെ യൂണിറ്റ് വാട്ട് അല്ലെങ്കിൽ ജൂൾസ് പെർ സെക്കൻഡ്. ജൂൾസ് പെർ സെക്കൻഡ്. നമുക്കറിയാം പവർ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു വി, അതായത് ഐ ഈസ് ഈക്വൽ ടു പവർ ബൈ വോൾട്ട്. ഓക്കെ, പവർ എത്രയാണ്? പവർ ഈസ് 540 ഡിവൈഡ് ബൈ 230. സിംപ്ലിഫൈ ചെയ്താൽ യു വിൽ ഗെറ്റ് 2.34 ആംപിയർ. യു വിൽ ഗെറ്റ് 2.34 ആംപിയർ. അപ്പൊ എന്താണ് കറണ്ട്? ഇന്റൻസിറ്റി ഓഫ് കറണ്ട് എന്ന് പറയുന്നത് 2.34 ആംപിയർ എന്ന് കിട്ടും. സോ നമ്മൾ ഇതിനകത്തുണ്ടായ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് വരുന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് വെച്ചുള്ള ഡിവൈസുകളും ലൈറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ടുമാണ്. അത് നമ്മൾ മറ്റൊരെണ്ണത്തിൽ ഡിസ്കസ് ചെയ്യുന്നതാവും. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതലായിട്ട് പ്രോബ്ലം കാണാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് പ്രോബ്ലം കാണാനായിട്ട് ആവശ്യമുണ്ടെങ്കിൽ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് സെക്ഷനിൽ പറയുക. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, പ്ലീസ് ലൈക്ക് ദിസ് പെർട്ടിക്കുലർ വീഡിയോ, സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ടീച്ചേഴ്സുമായിട്ടെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. Keep watching, keep learning. Thanks for watching. Bye.